Welcome to Nusayas Monday Network. Meet Swati Kiran, founder and CEO of AudioSub Digital Marketing Agency. ഞങ്ങൾ രണ്ടുപേരും BNI members ആണ്. നുസൈർ ചെയ്യണ പോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഗുഡ് കോണ്ടന്റ് മതിയോ അതോ പെയ്ഡ് ആഡ്സ് നമ്മൾ റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് 0 followers ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഞാൻ ഒരു ബിസിനസ് ഓണറിന് ഫസ്റ്റ് ഞാനൊരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയാണ് ഒരു ബിസിനസ് വേണ്ടി. ഓക്കെ, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ എനിക്ക് 0 followers ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഞാൻ ഒരു ബിസിനസ് ഫൗണ്ടർ അല്ലെങ്കിൽ ഓണർ എന്ന രീതിയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നുസൈർ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. സോ ഫസ്റ്റ് നമ്മൾ ഒരു ബിസിനസ് ഓണറിന് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരൊരു നീഷ് ഫൈൻഡ് ചെയ്യുക. നീഷ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി അവർക്ക് എന്താണോ ചെയ്യാൻ താല്പര്യമുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഓണേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻ കൊച്ചിയിൽ മാത്രം റിയൽ എസ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഫൈൻഡ് യുവർ നിഷ്. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. നുസൈർ ചെയ്യണ പോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ എന്താണ്, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്. സോ അപ്പം അങ്ങനെ വേറെ ചോദിക്കട്ടെ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ആർക്കും പറ്റും, എല്ലാവരും ഇപ്പോൾ ചെയ്യണ കാര്യമാണ്. അതെ, അതിൽ തന്നെ ഫെയിൽ ആവണവരുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ തന്നെ സക്സീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്? അതിന് രണ്ട് കാര്യമാണ് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഗിവിങ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ട് കാണൂല എന്നിട്ട് അവരിട്ടിട്ട് പോകണം, ഇത് ടൈം വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ എപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ കോണ്ടന്റ് ക്രിയേഷൻ ഇസ് എ ലോങ് ടേം ഗെയിം. അതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 1 year വിതൗട്ട് എനി റിസൾട്ട് 1 year ഡെഡിക്കേറ്റ് ചെയ്ത ടൈമും എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഒരാൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഇപ്പോൾ സ്വാതി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ നീഷ് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. സോ ഇപ്പം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീച്ച് കിട്ടാനും പിന്നെ കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗുഡ് കോണ്ടന്റ് മതിയോ അതോ പെയ്ഡ് ആഡ്സ് നമ്മൾ റൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു ഷുഡ് കമ്പൈൻ ബോത്ത്. കോണ്ടന്റും വേണം, പെയ്ഡ് ആഡ്സും വേണം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഏതൊരു ബിസിനസ് ആയാലും അവർക്കൊരു മാർക്കറ്റിംഗ് ഉണ്ടാവും, എക്സ്പെൻസസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടി മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ്, ഒരു ബഡ്ജറ്റ് ഇല്ലാത്ത ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ അവർക്ക് പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ തന്നെ മതി. പ്ലസ് DM മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എൻക്വയറീസ് വരുമല്ലോ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, അവരോട് ഓൺ ടൈം റെസ്പോണ്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. DM മാർക്കറ്റിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഫസ്റ്റ് 10 ക്ലയൻറ്റ്സ് ഏതൊരു ബിസിനസ്സിനും മിക്കവാറും DM മാർക്കറ്റിംഗ് ത്രൂ ആണ് വരിക ഇൻസ്റ്റഗ്രാമിൽ. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ നുസൈർ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി, അത് കണ്ട് ഇഷ്ടപ്പെട്ടു, അത് കണ്ടിട്ട് ആൾക്കാർ ഇപ്പോൾ നുസൈറിനെ കോൺടാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ ലീഡ് ഫോർ യു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോൾ നമ്മൾ BNI മെമ്പേഴ്സ് ആയതുകൊണ്ട് ചോദിക്കാനാണ്. അതെ, ഞാനിപ്പോൾ സ്വാതിക്ക് ഒരു റെഫറൻസ് തന്നെങ്കിൽ ഒരു റെഫറൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ബിസിനസ്സുകൾ? ഐഡിയൽ ക്ലയൻസ് എനിക്ക് ബിസിനസ് മറ്റേ ബിൽഡേഴ്സ്, കഫേ ഓണേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഡെന്റിസ്റ്റ് വരെ എൻ്റെ സർവീസ് അവൈൽ ചെയ്യുന്നവരുണ്ട്. ബിസിനസ് ഓണേഴ്സ് അല്ലാത്തവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമുണ്ടോ? ബിസിനസ് ഓണേഴ്സ് അല്ലാത്തവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ കാലത്ത് ഇനി ഫ്യൂച്ചറിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ബേസിക്സ് അതിൻ്റെ. മനസ്സിലായി. ബിസിനസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 1 year ആയിട്ടുള്ളൂ. 1 year ആയിട്ട് തുടങ്ങി. സോ ഈ 1 yearന് മുന്നേ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ സ്വാതിക്ക് ഒരാളെ ഒരു അഡ്വൈസ് തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയായിരുന്നെങ്കിൽ എന്തായിരുന്നു അത്? നല്ല ചിലവുണ്ടാവും, നല്ല സമയം ഇൻവോൾവ് ചെയ്യും, ആൻഡ് കമ്മിറ്റ്മെൻറ്റും വേണം. ഇപ്പോൾ വേറൊരു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുനേടുന്ന ഒരാളാണ്, എൻ്റെ ബിസിനസ് റിലേറ്റഡ് കണ്ടിടുന്ന ഒരാളാണ്, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ആളാണ്. പേഴ്സണൽ ബ്രാൻഡിങ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ് ഓണറിന്? വെരി ഇമ്പോർട്ടൻ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാർട്ടപ്സുകൾ അവരുടെ ഓണേഴ്സ് തന്നെ അവർ പ്രോഡക്ട്സ് വിൽക്കുന്നുണ്ട്, അത് ത്രൂ കോണ്ടന്റ് തന്നെയാണ്. സോ പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് 2 reasons. സ്ട്രോങ് പ്രസൻസ് എസ്റ്റാബ്ലിഷ് ആയി, പ്ലസ് ഒരു അതോറിറ്റേറ്റീവ് വോയിസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ അത് ആൾക്കാരിലോട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. സെലിബ്രിറ്റീനെ കൊണ്ട് ചെയ്യുമ്പോൾ അവർ അത് പൈസ മേടിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അത് അവർക്ക് അതിനെക്കുറിച്ച് ചിലപ്പോൾ നോളേജ് ഉണ്ടാവണം എന്നില്ല,
പേഴ്സണൽ ബ്രാൻഡിങ് മാത്രമല്ലാണ്ട് ഇൻഫ്ലുവൻസർ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ആവശ്യമുണ്ട് ബിസിനസ്സുകൾക്ക്? അതുമുണ്ട്, ഞാൻ ഇല്ല എന്നല്ല പറയണത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിന് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻഫ്ലുവൻസർ ഉണ്ട്. മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്, ഹൈ ലെവലുണ്ട്. ഈ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അവരെ ഒരു 1,500 റുപ്പീസിനൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷേ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെയ്ഡും ഓർഗാനിക്കും എല്ലാം രണ്ടും കമ്പൈൻഡ് ആയിട്ടാണ് എപ്പോഴും പോകേണ്ടത്. ഇതുവരെ ആയിട്ട് കിട്ടിയേക്കണേൽ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ബിസിനസ് അഡ്വൈസ് എന്താണ്? ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയതിൽ ബെസ്റ്റ് ബിസിനസ് അഡ്വൈസ്, ഇൻവെസ്റ്റ് മോർ ദാൻ സേവിങ്. ഇൻവെസ്റ്റ് മോർ ദാൻ സേവിങ്? യെസ്. വൈ? ബിക്കോസ് പൈസ ഇടാതെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റില്ല. പൈസ ഇറക്കി തന്നെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോയിൽ നമ്മൾ BNA മെമ്പേഴ്സ് ആയതുകൊണ്ട് ഇപ്പൊ സ്വാധീനം എനിക്ക് ഈസിലി റെഫർ ചെയ്യാം, അതെ, വിശ്വസിച്ച് റെഫർ ചെയ്യാം. അതെ. ഇപ്പൊ ഞാൻ റെഫർ ചെയ്ത് വരുന്ന എൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ അത് വേറെ ബിസിനസ് ഓണേഴ്സിനോ എന്ത് ബെനിഫിറ്റ് ആണ് സ്വാധീനം കൊടുക്കുന്നത്? നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് വെറുതെ അല്ലത്. അല്ല അല്ല സത്യമായിട്ടും ഞാൻ BNA മെമ്പേഴ്സിനും പറയണ കാര്യം തന്നെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാം. 6,000 റുപ്പീസിന് നമ്മൾ 15 days ആഡ്സ് റൺ ചെയ്ത് കൊടുക്കും. അതാണ് ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നത്. എനിക്കും എൻ്റെ ഓഡിയൻസിനും കൊടുക്കണം ഒരു ഓഫറാണ്. 6,000 റുപ്പീസിന് നമ്മൾ 15 days ആഡ്സ് റൺ ചെയ്യും. ഷുവർ ഷുവർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരെ കണക്ട് ചെയ്യണമെന്ന് അറിയാലോ. സ്വാതി കിരൺ ഫ്രം ഓഡിയോ സിഹബ്. യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. താങ്ക് യു.